ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സേവ ചെയ്യുന്നതിൽ, വേല ചെയ്യുന്നതിൽ സന്തോഷിക്കാം, ദൈവവേലയിൽ സന്തോഷിക്കാം. ദൈവത്തിന് സ്തോത്രം. ത്യാഗ ജീവിതം വരുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. രണ്ട് വളരെ പ്രസിദ്ധരായ രണ്ട് യുവാക്കന്മാരുണ്ടായിരുന്നു. വളരെ വിശ്രുതന്മാരായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് പ്ലേയേഴ്സായിരുന്നു, ക്രിക്കറ്റ് താരങ്ങളായിരുന്നു. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആരാധനാപത്രമായിരുന്നു രണ്ടുപേരും. ഒരാളുടെ പേര് CT സ്റ്റഡ്, മറ്റേയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. രണ്ടുപേരും കളിക്കളം നിറഞ്ഞു നിന്നവരായിരുന്നു. ആവേശത്തോടെ പലരും അവരുടെ കളി കാണാൻ വരുമായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും നല്ല സമ്പന്നരായിരുന്നു, ധാരാളം സമ്പത്തുണ്ടായിരുന്നു. ഈ യുവാക്കന്മാരിൽ ഒരാൾ, സ്റ്റഡിൻ്റെ സഹോദരൻ, പെട്ടെന്ന് രോഗിയായി തീർന്നു. എത്ര പെട്ടെന്നാണ് രോഗം വന്ന് കയറിയത് പ്രതീക്ഷിച്ചില്ല. എന്തോ രോഗമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും വളരെ വളരെ മാരകമായ രോഗമായിരുന്നു അത്. ഡോക്ടർമാർക്ക് ശുശ്രൂഷിച്ചു. ഞാൻ വായിച്ചത് അത് വിദേശത്തു നിന്ന് പോലും ഡോക്ടർമാർ വരുത്തി ചികിത്സിപ്പിച്ചു എന്നാണ്. പക്ഷേ ചികിത്സ ഫലപ്പെട്ടില്ല. എത്ര പെട്ടെന്നാണ് ആളങ്ങ് മെലിഞ്ഞുണങ്ങി തുടങ്ങിയത്. ശരീരം മെലിഞ്ഞ് വരികയായിരുന്നു. രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രീതിയിൽ കിടക്കുമ്പോൾ CT സ്റ്റഡ് സഹോദരൻ കിടക്കയ്ക്ക് അരികെ നിന്നുകൊണ്ട് കണ്ണീരണിഞ്ഞ് ചില വാക്കുകൾ പറഞ്ഞു. പ്രസിദ്ധമായ വാക്കുകളാണ്. ജസ്റ്റ് വൺ ലൈഫ് till soon be past, that which is done for Christ alone will last. നിസ്സാര ജീവിതം, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ജസ്റ്റ് വൺ ലൈഫ്, ഒരേ ഒരു ആയുസ് മാത്രം. till soon be past, എത്ര വേഗം പറന്നു പോകും. that which is done for Christ alone will last, ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. സ്റ്റഡ് കരഞ്ഞു. സഹോദരൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സഹോദരൻ മരിച്ചു. ദുഃഖത്തിൻ്റെ ദിനരാത്രങ്ങൾ. സ്റ്റഡ് തീരുമാനിച്ചു, ഇനി ഒന്നും വേണ്ട, എനിക്കിനി യാതൊന്നും വേണ്ട. ഈ ജീവിതം നശ്വരമല്ലേ, ഇതെല്ലാം നശ്വര ജീവിതം, എല്ലാം നശിച്ചു പോകും, എല്ലാം വിട്ടുപോകും. ഒരു കാര്യം ചെയ്യാം, യേശുക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാം. സ്റ്റഡ് ചൈന ഇന്ത്യൻ മിഷനിൽ ചേർന്ന് ചൈനയിലേക്ക് സുവിശേഷവേലയ്ക്ക്, ഇംഗ്ലണ്ടിൽ നിന്ന് ചൈനയിലേക്ക് സുവിശേഷവേലയ്ക്ക് വേണ്ടി പോയി. ചൈനയിൽ കുറേ നാൾ ജോലി ചെയ്തപ്പോഴാണ് പ്രശ്നം. അവിടുത്തെ കാലാവസ്ഥ ശരീരത്തിന് പറ്റുന്നില്ല. സ്റ്റഡിനും ശരീരം മെലിഞ്ഞുണങ്ങി തുടങ്ങി. സ്നേഹിതന്മാർ ഉപദേശിച്ചു, നാട്ടിൽ പോവുകയാണ് നല്ലത്, ഇവിടുത്തെ കാലാവസ്ഥ നിനക്ക് പറ്റിയതല്ല. തിരിച്ചുപോയി. തിരിച്ച് ഒരു ദിവസം വീട്ടിൽ, അവിടെ ഇംഗ്ലണ്ടിൽ എത്തിയതിന് ശേഷം പള്ളിയിലേക്ക് ചെന്നപ്പോൾ പള്ളിയുടെ ചുമരിന്മേൽ എഴുതി വച്ചിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കി, എന്താണിത്? ആഫ്രിക്കയിലെ കാട്ടാളന്മാരായ നരഭോജികൾക്ക് മനുഷ്യമാംസം വേണം. അലങ്കാരികമായിട്ട് എഴുതിയത്. ആഫ്രിക്കയിലെ കാട്ടാളന്മാരായ നരഭോജികൾക്ക് മനുഷ്യമാംസം വേണം. അദ്ദേഹം സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. അത്ര ഒരുത്ത് മാംസമൊന്നും ഇല്ല എൻ്റെ ശരീരത്തിൽ, ഇത് മതിയെങ്കിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അന്നത്തെ പള്ളി പൊതുയോഗം വിഷയം അതായിരുന്നു. ആഫ്രിക്കയിലേക്ക് മിഷണറിമാരായി പോകാൻ ആരുണ്ട്? ഒരുപക്ഷെ മരണമായിരിക്കും വരാൻ പോകുന്നത്. നരഭോജികൾക്കൊന്ന് നിന്നേക്കും. അങ്ങനെ പോകാൻ ആരുണ്ട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. പള്ളി പൊതുയോഗത്തിൽ, ഇന്നത്തെ പള്ളി പൊതുയോഗമാണെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്നത്തെ പള്ളി പൊതുയോഗം എന്തായിരിക്കും? എന്തൊരു ബഹളമായിരിക്കും, എന്തൊരു ഒച്ചപ്പാടായിരിക്കും, എന്തൊരു വാക്കേറ്റങ്ങളൊക്കെ ആയിരിക്കും. അന്നത്തെ പള്ളി പൊതുയോഗം അതല്ല. ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പള്ളി പൊതുയോഗമായിരുന്നു. അതെല്ലാം ഓർക്കുമ്പോൾ സങ്കടം വരും. കാരണം ഇപ്പോഴത്തെ പള്ളി പൊതുയോഗങ്ങളുടെ നിലവാരം കാണുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ആഫ്രിക്കയിലെ കിരാതന്മാരുടെ മധ്യത്തിലേക്ക് സുവിശേഷവേലയ്ക്ക് വേണ്ടി പോകാൻ ആരുണ്ട് എന്ന് ചോദ്യത്തിന് സ്റ്റഡ് പറഞ്ഞു, ഞാൻ പോകാം. വേറെ ചിലർ പറഞ്ഞു, ഞാനും പോകാം. അത് സുവിശേഷവേലയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായി. ദൈവത്തിന് സ്തോത്രം. ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്കയിലെ കുഗ്രാമങ്ങൾ സന്ദർശിച്ചു. കുഗ്രാമങ്ങൾ, അപരിഷ്കൃതമായ ദേശങ്ങൾ സന്ദർശിച്ചു. ഓരോ സ്ഥലത്തൂടെയും സഞ്ചരിച്ചു.
കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, അവിടെ വെച്ച് മരിക്കേണ്ടി വന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷിച്ചു. യേശുക്രിസ്തു അനേകരെ സ്വീകരിക്കാനിടയായി. ആ ഇരുണ്ട പ്രദേശത്ത് യേശുക്രിസ്തുവിൻ്റെ ദിവ്യ വെളിച്ചം പ്രകാശിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്റ്റഡ് ജീവിതം കർത്താവിന് വേണ്ടി വേർതിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആയിടെയാണ് ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വേറൊരു സംഘം ആളുകൾ ആഫ്രിക്കയിൽ പോയി. അവർ ആഫ്രിക്ക ഉണർന്നെന്ന് കേട്ടു. ഇംഗ്ലണ്ടിൽ സ്റ്റഡിൻ്റെ പ്രവർത്തനം മൂലം ആഫ്രിക്കയിൽ വലിയ ഉണർവുണ്ടായെന്ന് കേട്ടു. അത് കാണാനായിട്ട് ഏതാനും പേര് പോയി. അതിൽ ഒരാൾ, അദ്ദേഹം ഒരു കുടിലിൽ ചെന്നു. ചെറിയ വീട്, ചെറിയ കുടിൽ. അവിടെ ഒരു നീഗ്രോ സ്ത്രീ ഇരുന്ന് വേദപുസ്തകം വായിക്കുക. ഒരു നീഗ്രോ, പ്രായമുള്ളൊരു നീഗ്രോ സ്ത്രീയാണ്. ആ നീഗ്രോ സ്ത്രീ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വന്ന ആൾ ചോദിച്ചു, വല്യമ്മ എന്താ ഈ വായിക്കുന്നത്? അത് ഹോളി ബൈബിൾ, വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വായിക്കും, നിങ്ങളൊക്കെ ഉണർന്നു എന്നാണല്ലോ കേട്ടത്. ഞങ്ങളവിടെ ഇംഗ്ലണ്ടിൽ കേട്ടത് നിങ്ങൾക്ക് നല്ല പരിഷ്കാരം ഉണ്ടായി, സംസ്കാരം ഉണ്ടായി എന്നൊക്കെയാണല്ലോ കേട്ടത്. നിങ്ങൾ വേദപുസ്തകം വായിക്കുമോ? ഇതൊരു പഴഞ്ച പുസ്തകമല്ലേ? ഏതിന് സ്തോത്രം. അവിടെ വല്യമ്മ വാസ്തവം വിശ്വസിക്കുന്നുണ്ടോ ഈ പച്ചവെള്ളം വീഞ്ഞായി എന്നൊക്കെ പറഞ്ഞ്? വിശ്വസിക്കുന്നുണ്ടോ എന്നോ? ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അല്ലേ, യോനയെ ഒരു മത്സ്യം വിഴുങ്ങി എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഈ വേദപുസ്തകത്തിലുണ്ട്. യോനായ മത്സ്യം വിഴുങ്ങിയെന്നല്ല, യോന മത്സ്യത്തെ വിഴുങ്ങിയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. വേദപുസ്തകത്തിലുണ്ടോ? ഞാൻ വിശ്വസിക്കും. പക്ഷേ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് പരിഷ്കാരം കിട്ടിയെന്നൊക്കെ പറയുന്നത് വെറുതെ. ഒരു വിദ്യാഭ്യാസവും ഇല്ല, സംസ്കാരവും ഇല്ല, പരിഷ്കാരവും ഇല്ല. ഇപ്പോഴും ഈ പഴഞ്ചൻ സിദ്ധാന്തം വെച്ചുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ ചാടി എഴുന്നേറ്റു, വേദപുസ്തകം ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, സാഹിബേ, ഈ വേദപുസ്തകം അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര നേരം നിങ്ങളോട് സംസാരിക്കില്ലായിരുന്നു. നിങ്ങളുടെ മാംസം ഇപ്പോൾ എൻ്റെ വറുപ്പ് ചട്ടിയിൽ കിടന്ന് പൊരിഞ്ഞേനെ. ഞങ്ങൾ മനുഷ്യമാംസം തിന്ന കൂട്ടരാണ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് ഈ വേദപുസ്തകമാണ്. മനുഷ്യമാംസം തിന്ന് ജീവിച്ച കൂട്ടരാണ് ഞങ്ങൾ. ഇത്രയും നേരം ഒന്നും സാഹിബിനെ സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. സാഹിബിനെ ഞങ്ങൾ കൊന്ന് ഇപ്പോൾ തന്നെ വറുത്തേനെ. ദൈവത്തിന് സ്തോത്രം. വ്യത്യാസം വന്നു, രൂപാന്തരം വന്നു. സഹോദരങ്ങൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആവേശം വരണം. എൻ്റെ കർത്താവേ, അനേകർക്ക് മനുഷ്യത്വം കൊടുക്കുന്ന ക്രിസ്തുവിനെ, അനേകർക്ക് ദൈവികത്വം പ്രദാനം ചെയ്യുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ എൻ്റെ ഈ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഞാനിതാ സമർപ്പിക്കുന്നു. സ്തോത്രം. ദേഹവും ദേഹിയും ആത്മാവും ഞാനിതാ സമർപ്പിക്കുന്നു. അനേകർക്ക് സമാധാനം കിട്ടുവാൻ, അനേക കുടുംബങ്ങളിൽ ആശ്വാസം കിട്ടുവാൻ, അനേകർക്ക് സംസ്കാരം ലഭിക്കുവാൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഈ ഭാരതഭൂമിയിൽ വിദ്യാഭ്യാസം വന്നത് എങ്ങനെയാണ്? ഭാരതഭൂമിയിലെ കുഗ്രാമങ്ങളിലെല്ലാം വിദ്യാഭ്യാസമില്ലാത്ത ദേശങ്ങളിലെല്ലാം വിദ്യാഭ്യാസം ഉണ്ടായത് എങ്ങനെയാണ്? മിഷണറിമാർ വന്ന് ഈ ഭാരതത്തിൽ വന്ന് വേല ചെയ്തു, അവർക്ക് സുവിശേഷം പ്രസംഗിച്ചു, അവരിവിടുത്തെ ഭാഷ പഠിച്ചു, ഭാഷയ്ക്ക് വ്യാകരണം ഉണ്ടാക്കി. മലയാളിയല്ല മലയാളിക്ക് ആദ്യം വ്യാകരണം ഉണ്ടാക്കിയത്. മലയാളിയല്ല മലയാളിക്ക് ആദ്യം ഒരു നിഘണ്ടു ഉണ്ടാക്കിയത്. ഗുണ്ടർട്ട് സാഹിബ് മിഷണറി ആയിട്ട് വന്ന് അദ്ദേഹം മംഗലാപുരത്ത് താമസിച്ചുകൊണ്ട് മലയാള ഭാഷ പഠിച്ചു. മലയാള ഭാഷ പഠിച്ചിട്ട് മലയാള ഭാഷയ്ക്ക് ഒരു വ്യാകരണം ഉണ്ടാക്കി. കാൾഡ്വെൽ എന്ന് പറയുന്ന ഒരു സാഹിബ് വന്ന് കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവിഡിയൻ ലാംഗ്വേജസ്, ദ്രാവിഡ ഭാഷകളുടെ കമ്പാരിറ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗുണ്ടർട്ട് സാഹിബ് നിഘണ്ടു ഉണ്ടാക്കി, ഡിക്ഷണറി നിഘണ്ടു ഉണ്ടാക്കി. ഗുണ്ടർട്ട് സാഹിബ് മലയാളത്തിൽ വ്യാകരണം ഉണ്ടാക്കി. എന്തിനാ ഞാനിത് പറഞ്ഞതറിയാമോ? വിദേശത്തു നിന്ന് വന്നവർ ഇവിടെ വന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നതുകൊണ്ട് ഈ നാട് ഉണർന്നു. ഇന്ന് ഈ സമരവീര്യം കിട്ടിയത് എവിടെ നിന്നാണ്? സമരം ചെയ്യാനുള്ള വിദ്യാഭ്യാസം കിട്ടിയത് എവിടെ നിന്നാണ്? സ്ലോഗൻസ് ഉണ്ടാക്കാൻ, ഈ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കാൻ വിദ്യാഭ്യാസം കിട്ടിയത് എവിടെ നിന്നാണ്? ഇതെല്ലാം ഈ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇവിടെ വിദ്യാഭ്യാസം കിട്ടിയവർ സുബോധമില്ലാത്തവരെ പോലെ, കാട്ടാളന്മാരെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ സുബോധമില്ലാത്തവരെ പോലെ അവരായത് അതിന് മുൻപ് അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ടാണ് അവർക്ക് ബോധം ഉണർന്നത്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷം എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം സംസ്കാരം വളർന്നു. എസ് ജി വെൽസ് എന്ന് പറയുന്ന പണ്ഡിതനായ ചരിത്രകാരൻ എഴുതി ദ ഔട്ട്ലൈൻ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി, എവിടെയെല്ലാം മനുഷ്യ സംസ്കാരം വളർന്നിട്ടുണ്ടോ, എവിടെയെല്ലാം മാനവ സംസ്കാരം ഉണർന്നിട്ടുണ്ടോ, അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ അത്ഭുത ശക്തി കാണാമെന്ന്. സ്തോത്രം. സംസ്കാരം വളരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം മൂലം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ഈ ബൈബിളുണ്ടല്ലോ, ഈ പുസ്തകം ഇതൊരു വിലപ്പെട്ട നിധിയാണ്. ഈ ബൈബിൾ അനേകരെ മാറ്റിയിട്ടുണ്ട്. ഈ ബൈബിളിലുള്ള ക്രിസ്തു അനേകർക്ക് രൂപാന്തരങ്ങൾ തന്നിട്ടുണ്ട്. ഈ ബൈബിളിലുള്ളതായ ക്രിസ്തുവിൻ്റെ സന്ദേശം അനേകർക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യങ്ങൾ ഞാൻ മനസ്സ് നൊന്ത് വിങ്ങി ചെന്ന് ഈ വേദപുസ്തകം മറിച്ചിട്ട് ഞാൻ ആശ്വസിച്ചിട്ടുണ്ട്. വേദപുസ്തക വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. ധൈര്യം കിട്ടിയിട്ടുണ്ട്, പ്രത്യാശ കിട്ടിയിട്ടുണ്ട്. എത്ര അവസരങ്ങളാണ്. ഈ ബൈബിളിലെ ഓരോ വാക്കുകളും എനിക്ക് ജീവനാണ്. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്നെ ഇന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയില്ല, പൂർത്തിയായില്ല. യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ഈ അത്ഭുത ശക്തി എനിക്ക് സമാധാനം തന്നുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ അത്ഭുത ശക്തിയാണ് ഇന്ന് അനേകരിലേക്ക് സുവിശേഷം പകരാൻ കർത്താവ് ഈ പാവപ്പെട്ട മനുഷ്യനെ ഉപയോഗിക്കാൻ കാരണമായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാര്യം ചെയ്യൂ, നിങ്ങൾ വേദപുസ്തകം വായിക്കൂ. നിങ്ങൾ എന്നിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഈ പുസ്തകമായിട്ട് ഇറങ്ങൂ. ഈ പുസ്തകമായിട്ട് നിങ്ങൾ പുറപ്പെടൂ. ദൈവത്തിന് സ്തോത്രം. ബർട്രൻഡ് റസ്സൽ എന്ന് പറയുന്ന പണ്ഡിതനായ തത്വചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ദ ഇമ്പാക്റ്റ് ഓഫ് സയൻസ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇൻ ദിസ് ഗോഡ്ലെസ് യൂണിവേഴ്സ് വി ഷാൽ ബിക്കം ഗോഡ്സ്. ദൈവമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ നാം എല്ലാം ദൈവങ്ങളായിരിക്കുമെന്ന്. തത്വചിന്തകനാണ്, മഹാജ്ഞാനിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്, ദൈവമില്ലാത്ത ലോകത്തിൽ, ഇൻ ദിസ് ഗോഡ്ലെസ് യൂണിവേഴ്സ് വി ഷാൽ ബിക്കം ഗോഡ്സ്, നാം ദൈവത്തെ പോലെയാകും, നാം ദൈവം തന്നെയാകുമെന്ന്. മിഥ്യയായിട്ടാണ്, നിരീശ്വര ചിന്താഗതിയുള്ള അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ അതിന് ചിന്താഗതി മാറി. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയൊരു പുസ്തകമുണ്ട്, ദ ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ക്രിസ്തു വിശ്വാസം ഊന്നി പറയുന്നു. എന്തൊരത്ഭുതം! മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ അനേകർക്ക് വരുന്ന ആശ്വാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. സഭയും സമുദായവും ഒന്നും നോക്കണ്ട, ഒന്നും വേണ്ട നമുക്ക്. അതൊന്നും നല്ല കാര്യം. അവർ നിൽക്കുന്ന സഭയിൽ തന്നെ നിൽക്കാമല്ലോ, അവർ പോകുന്ന പള്ളിയിൽ തന്നെ പോകാമല്ലോ, അതൊരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയത്തിൽ വഹിക്കുക, ഹൃദയത്തിൽ തീ വഹിച്ചുകൊണ്ട് നടക്കുക, ഉള്ളൊരു തീ ചുവന്നുകൊണ്ട് നടക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാകുന്ന തീയ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. ഏത് കൊടിയ പ്രശ്നം വന്നാലും അപ്പോഴെല്ലാം ഈ തീ അതെല്ലാം കെടുത്തിക്കളഞ്ഞിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം കെടുത്തിക്കളഞ്ഞിട്ട് ആ തീവിനെയും ആളി കത്തിക്കൊണ്ടിരിക്കും. എല്ലാ പ്രശ്നങ്ങളെയും കത്തിച്ച് കളയും ഈ തീയ്, എല്ലാ ഭാരങ്ങളെയും കത്തിച്ച് കളയും തീയ്. നിങ്ങൾ ചിന്തിക്കും, സാറേ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഭാരം മാറാത്തത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ മനസ്സന്തപ്പെട്ടവനാണല്ലോ, ഞാൻ പറഞ്ഞു വേണ്ടാത്ത പോകുന്നില്ലല്ലോ, മദ്യപാനമോ പുകവലിയോ വേണ്ടാതിരുന്നുള്ള ചീത്ത ജീവിതമൊന്നും എനിക്കില്ലല്ലോ. സ്നേഹിത, അത് ശരി, നീ അങ്ങ് നിൽക്കുക. സ്തോത്രം. നീ അങ്ങനെ നിൽക്ക്. ഒരു കാര്യം കൂടി ചെയ്യൂ. നീ പറയണം, കർത്താവേ എന്നെ നിൻ്റെ തീയാൽ ജ്വലിപ്പിക്കണമേ, നിൻ്റെ തീ എൻ്റെ ഉള്ളത്തിൽ കത്തിപ്പടരണമേ, സ്വർഗത്തിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിൽ നീറിപ്പിടിക്കണമേ, സ്വർഗത്തിലെ തീ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എൻ്റെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാണാം നിങ്ങളുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ മാറുന്നത്, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുന്നത്, പ്രശ്നങ്ങൾ മാറുന്നത്, നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത്, ഹൃദയത്തിൽ ആശ്വാസം ലഭിക്കുന്നത്, സന്തോഷം നിറഞ്ഞ ജീവിതത്തിൻ്റെ സൗഭാഗ്യ അവസ്ഥകളിലേക്ക് നിങ്ങൾ കർത്താവ് ഉയർത്തി കൊണ്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം, കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. ഈ വചനം തേനിലും തേൻകട്ടയിലും മധുരമാണ്. ഈ വചനം പാതയ്ക്ക് ദീപമാണ്, ഓടുവഴികൾക്ക് പ്രകാശമാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് പാടി നോക്കാം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം, മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം, നേത്രമാം പൊന്നതിനോടതുല്യം തങ്കവും അതിനോട് സമമല്ല, നേത്രമാം പൊന്നതിനോടതുല്യം തങ്കവും അതിനോട് സമമല്ല, മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം, മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. പാതയിൽ ശോഭിത ദീപമതായി തൂരിരുളാതെ അകത്തിയിടും, പാതയിൽ ശോഭിത ദീപമതായി
ആശിക്കുന്നു വചനം പറയുമ്പോൾ തീ കത്തണമെന്ന്. ഞാൻ ആശിക്കുന്നു. എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും തീ കത്തുന്ന വചനം പറയുന്നവരായി തീരണമെന്ന്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തീ നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടണമെന്ന്. സ്തോത്രം. നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയാൻ തുടങ്ങുമ്പോൾ തീപ്പൊരി ചെതറി തെറിക്കണമെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കാകും പ്രിയരെ, ആകും, സാധിക്കും. ആരെയും കാണിക്കാനല്ല, ആര് കാണാൻ, ആരുടെയും വിളങ്ങാനുമല്ല. എന്ത് വിളങ്ങാൻ? വിളങ്ങുകയാണോ? അവമാനമല്ലേ കിട്ടുന്നത്? ഒരു വിളങ്ങലും ഇല്ലല്ലോ. ഒരു ലക്ഷ്യവുമില്ല, വേറെ യാതൊരു ലാക്കുമില്ല, യാതൊരു ഉദ്ദേശവുമില്ല. യേശുക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം എല്ലായിടത്തും പരക്കണം എന്നുള്ളതായ ഏക ലാക്കോടുകൂടി നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് തീപ്പൊരികൾ ചിതറും. സഭാചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായി. മാർ ബസേലിയോസ് എന്ന് പറയുന്നൊരു പിതാവ് ഉണ്ടായിരുന്നു. മാർ ബസേലിയോസ് പരിശുദ്ധനായിരുന്നു. അന്ന് പരിശുദ്ധനായ ഒരു ശമ്മാസനുണ്ടായിരുന്നു, മാർ അപ്രേം. ഈ മാർ ബസേലിയോസ് അദ്ദേഹം വലിയ പരിശുദ്ധനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കാണണമെന്ന് മാർ അപ്രേമിന് തോന്നി. പക്ഷേ മാർ ബസേലിയോസ് സംസാരിക്കുന്ന ഭാഷയല്ല മാർ അപ്രേമിൻ്റെ ഭാഷ. മാർ അപ്രേമിന് ഹീബ്രു അല്ലെങ്കിൽ സുറിയാനി ഇത് അറിയാവൂ. മാർ ബസേലിയോസിന് ഗ്രീക്ക് ഭാഷയാണ് അറിയുന്നത്. കുർബാന നടക്കുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രേം ചെന്നത്. അപ്രേം വളരെ വിനീതനായി പിറയിൽ നിന്നു, പള്ളിയുടെ പിറയിൽ. മാർ ബസേലിയോസ് ഏവങ്കലിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാർ അപ്രേം കാണുന്നത് രണ്ട് ചെവിയിലും ഓരോ പ്രാക്കൾ വന്നു നിന്ന് എന്തോ ഓതി കൊടുക്കുന്നു മാർ ബസേലിയോസിൻ്റെ ചെവിയിൽ. മാർ അപ്രേമിന് ദർശനം കാണുകയാണ്. മാർ ബസേലിയോസിൻ്റെ രണ്ട് ചെവിയിലും ഏവങ്കലിയം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രാവുകൾ വന്നിങ്ങനെ എന്തോ കൊത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും, അന്ന് ഏവങ്കലിയനോട് ചേർന്ന പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നാവിൽ നിന്ന് പുറത്തു വരുന്നതെല്ലാം തീപ്പൊരിയാണ്. മാർ അപ്രേം കണ്ട് അമ്പരം നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഏവങ്കലിയം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷക്കാരൻ മധുവായിൽ നിന്ന് ഇറങ്ങി വന്നു. അങ്ങോട്ട് മധുവായിലേക്ക് കയറി ചെല്ലാൻ മാർ ബസേലിയോസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. മാർ അപ്രേം നേരെ മധുവായിലേക്ക് കയറി ചെന്നു. ഒന്നും മിണ്ടിയില്ല. കുർബാന തുടർന്നുകൊണ്ടിരുന്നു. നടന്നെന്താണെന്നറിയാമോ? കുർബാന കഴിഞ്ഞു, മുറിയിലേക്ക് പോയി ഡ്രസ്സ്, കുർബാനയുടെ അവിടെ തന്നെ പള്ളിയോട് ചേർന്ന് തന്നെയാണ് റൂം. ഡ്രസ്സ് എല്ലാം മാറി കഴിയുമ്പോൾ ശരീരമാസകലം കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുന്നതല്ല കാണുന്നത്. മാർ ബസേലിയോസിൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക. ശരീരം ഇങ്ങനെ കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ടിരിക്കുന്നു. പുറമേ നല്ല കാപ്പ, നല്ല വർണ്ണപ്പഴുക്കപ്പെട്ടുള്ള കാപ്പയാണ്. പക്ഷേ ഈ ശരീരത്തിൽ കയറുകൊണ്ട് വരിഞ്ഞ് മുറുക്കിയതുപോലെ കാണുന്നു. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മാർ അപ്രേമിൻ്റെ ഭാഷ മാർ ബസേലിയോസിന് മനസ്സിലാവില്ല, മാർ ബസേലിയോസിൻ്റെ ഭാഷ അപ്രേമിന് മനസ്സിലാവില്ല. പക്ഷേ രണ്ടുപേർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ കർത്താവ് കൊടുത്തു. അതാണ് വിവിധ ഭാഷാവരം. രണ്ടുപേർക്ക് മനസ്സിലാകുന്ന ഒരു പുതിയ ഭാഷ, സ്വർഗീയ ദൂതന്മാരുടെ ഭാഷ. ഇന്ന് പലരും മറുഭാഷ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ, പലരും അന്യഭാഷ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. ആ അന്യഭാഷ രണ്ടുപേർക്ക് ലഭിച്ചു. ആ ഭാഷയിൽ അവർ സംസാരിച്ചു. അനുഗ്രഹീതമായൊരു കൂട്ടായ്മയായിരുന്നു അത്, അനുഗ്രഹീതമായ ഒരു കൂടിയൊരുമായിരുന്നു ഇത്. ദൈവത്തിന് സ്തോത്രം. സഭാചരിത്രത്തിൻ്റെ സംഭവമാണിത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവമക്കളാണെങ്കിൽ നാം ഒരു പുതിയ ഭാഷയൊന്നും പറഞ്ഞില്ലെങ്കിലും അറിയാം നമുക്ക് ഒരാകർഷണം. കർത്താവിൻ്റെ മക്കൾക്ക് തമ്മിൽ ഒരു ആകർഷണമുണ്ട്. അത് ആത്മാവിൻ്റെ ആകർഷണമാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് എല്ലാറ്റിനെയും വിവേചിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു തീ കത്തി തുടങ്ങും ഒരു ദൈവവേദന കാണുമ്പോൾ. സാക്ഷാൽ ആത്മാവുള്ള ഒരു ദൈവവേദന കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും. സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു ദൈവവേദന കാണുമ്പോഴേക്കും നമ്മുടെ ഉള്ളം തളരും, തകർന്നു വരും. ആത്മാവിൻ്റെ ശക്തിയാണത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് വേണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയാൻ. സ്തോത്രം. നിങ്ങൾ വചനം പറയുന്നവരായി തീരണം, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായി തീരണം. ദൈവത്തിൻ്റെ വേലയിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിൻ്റെ വേലയിൽ. ദൈവത്തിന് സ്തോത്രം.
എൻ്റെ കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തട്ടെ. സ്തോത്രം. ഇന്ന് വാർദ്ധക്യമായല്ലോ, ഇത്രയും പ്രായമായല്ലോ. ഞാൻ നല്ല യൗവനപ്രായത്തിൽ ഉറ്റുപൊടി യാത്ര ചെയ്തു കൺവെൻഷനുകൾക്ക് വേണ്ടി. ഒരു സ്ഥലവും കാണാൻ മോഹിച്ച് പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല. അന്ന് കോളേജ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് എവിടെയെങ്കിലും കൺവെൻഷൻ വഴി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നതൊക്കെ സന്തോഷമായിട്ട് തോന്നുന്നു. എത്രയോ രാത്രികളിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പത്രം വിരിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. എത്രയോ രാത്രികളിൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പത്രം വിരിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. എവിടെയെല്ലാം ദൈവത്തിന് സ്തോത്രം. രാവിലെ ആദ്യത്തെ ബസ്സിന് ഞാൻ അവിടെ നിന്ന് പോരും. കൃത്യസമയത്ത് കോളേജിൽ എത്തുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടിയാൽ നഷ്ടമല്ല. സ്തോത്രം. കർത്താവ് ആർക്കും കടക്കാരനായിരിക്കില്ലല്ലോ. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു ആർക്കും കടക്കാരനായിരിക്കുകയില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങളൊരു ചെറുവിരൽ അനക്കിയാൽ തീർച്ചയായും പ്രതിഫലം കിട്ടും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി, കർത്താവിൻ്റെ വേലക്കാർക്ക് വേണ്ടി നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്താൽ കർത്താവ് പ്രതിഫലം തരും. സംശയിക്കേണ്ട. എത്ര ചെറിയാണെങ്കിലും കർത്താവ് പ്രതിഫലം തരും. 1-ന് 10 1-ന് 100 പ്രതിഫലം തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. നാനാദേശങ്ങളിൽ നിന്ന് ഈ വചനം കേൾക്കുന്ന അനേകരുണ്ടല്ലോ. അവരോടെല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാകുക. തങ്ങളെ തന്നെ മറന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുക. കർത്താവോട് പറയണം, കർത്താവേ, ഞാൻ നിൻ്റെ വേല ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ ഇതാ എന്നെ നിൻ്റെ പിറകിലേക്ക് മാറ്റുന്നു. ഞാനിതാ പിറകിലേക്ക് മാറുന്നു. ഇനി നീ മുന്നോട്ട് വന്ന് നീ സംസാരിച്ചു കൊള്ളൂ. സ്തോത്രം. കർത്താവേ, ഇനി ഞാനില്ല. യേശുവേ, നീ നിൻ്റെ ജനത്തോട് സംസാരിച്ചുകൊള്ളൂ. നിൻ്റെ മക്കൾ വന്നിരിക്കുന്നു. ഞാൻ പുറകിലേക്ക് മാറുന്നു. കുരിശിൻ്റെ പുറകിലേക്ക് ഞാനിതാ മാറി നിൽക്കുകയാണ്. കർത്താവേ, എന്നെ ആരും കാണണ്ട, എന്നെ ആരും അറിയണ്ട, എന്നെ ആരും സ്നേഹിക്കുകയും വേണ്ട, എന്നെ ആരും മാനിക്കുകയും വേണ്ട. യേശുവേ, എൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി ഞാനിതാ പിറകിൽ നിന്നുകൊള്ളാം. ആരും എന്നെ കാണണ്ട. എൻ്റെ യേശുവിനെ ജനമൊന്ന് കാണട്ടെ. എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ ജനമൊന്ന് അറിയട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവോട് പറയണം, കർത്താവേ, ഞാനിതാ എന്നെ നിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുന്നു. നിൻ്റെ വേലയ്ക്കായി എന്നെ ഞാനിതാ സമർപ്പിക്കുന്നു. ഇനി അനേകം ആവശ്യങ്ങളുണ്ട്, അനേകം ഭാരങ്ങളുണ്ട്, അനേകം ആകുലങ്ങളുണ്ട്, അനേകം ദുരിതങ്ങളുണ്ട്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത ചില ബാധകളുണ്ട്. എൻ്റെ കുടുംബത്തിൽ ചില ദോഷങ്ങളുണ്ട്, ചില ശാപങ്ങളുണ്ട്. ഒന്നും ഞാൻ വിചാരിച്ചിട്ട് മാറുന്നതല്ല. കർത്താവേ, ഞാൻ നിൻ്റെ വേലക്കാരനാകാൻ തീരുമാനിക്കുകയാണ്. ഒരു വിശുദ്ധിയുള്ള വേലക്കാരനായി, രഹസ്യ വിശുദ്ധനായി നാഥ, ഞാനിതാ എൻ്റെ ജീവിതം നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, നീ എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കണമേ, രഹസ്യ വിശുദ്ധനാക്കി മാറ്റിയെടുക്കണമേ, നിൻ്റെ വേല എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കൂ. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം വേലകളാണുള്ളത്, എല്ലാം നിങ്ങൾ ചെയ്തുകൊള്ളൂ, സന്തോഷത്തോടെ ചെയ്തുകൊള്ളൂ. ഫലമോ അനുഗ്രഹത്തിൻ്റെ പെരുവഴിയായിരിക്കും. അനുഗ്രഹത്തിൻ്റെ പെരുമഴ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ദേശങ്ങളും ജീവജലം കൊണ്ട് നിറയും. അനേകർ ആനന്ദം കൊണ്ട് സന്തോഷത്തോടെ ജീവനുള്ള ക്രിസ്തുവിനെ ആരാധിച്ചു തുടങ്ങും. പുതിയ ആരാധന, പുതിയ സന്തോഷം, പുതിയ വിഭവങ്ങൾ, പുതിയ മൃഷ്ടാന്ന ഭോജനം, പുതിയ മന്ന എല്ലാം നമുക്ക് തരും. കർത്താവ് നമ്മെ നയിച്ചു കൊണ്ടുപോകും. കുടുംബം സ്വർഗമായി മാറും. കുടുംബത്തിൽ സ്വർഗത്തിലെ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും. സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷത്തിൻ്റെ തികവിലേക്ക് യേശു ഇതാ നിങ്ങളെ നയിക്കുകയാണ്. അവനിതാ നിങ്ങളെ വന്ന് പിടിക്കുകയാണ്. നിങ്ങളെയും കൂട്ടിക്കൊണ്ട് കർത്താവ് പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആരെല്ലാം ഉണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പിന്നാലെ പോകാൻ ഞാനുണ്ട്. കർത്താവേ, ഞാനുണ്ട്. നിൻ്റെ വേലക്കാരനായി വരാൻ ഞാനുണ്ട്. നിൻ്റെ ശിഷ്യനായി വരാൻ ഞാനുണ്ട്. നിൻ്റെ അരുമ ശിഷ്യയായി തീരാൻ ഞാനിതാ വരുന്നു. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. എൻ്റെ ഈ നിസ്സാര ആയുസ്സിന്മേൽ നിൻ്റെ കൃപ പകരണമേ. എൻ്റെ കർത്താവേ, ഈ അല്പപ്രാണനിൽ നിൻ്റെ കൃപ പകരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവിനോട് പറയൂ ഹല്ലേലൂയ. യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുക്കൂ. ഹല്ലേലൂയ. യേശുവിനായി നിങ്ങളുടെ ജീവിതം വേർതിരിക്കൂ. യേശുവിനോട് വാക്ക് പറയൂ, യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ ഈ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ യേശു മക്കളോടെ പോകണമേ കർത്താവേ. ഈ മക്കളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കണമേ കർത്താവേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വീരാൻ മഹാഭാഗ്യ മക്കൾക്കെല്ലാം നൽകണമേ. അടിയങ്ങളെ വിശുദ്ധീകരിക്കണമേ.
യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. സ്തോത്രം.